ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ സൗത്ത് ആഫ്രിക്ക ഈസ് ലുക്കിംഗ് ഗുഡ്. ചോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കളിയാക്കുന്നുണ്ടെങ്കിലും ഈ അടുത്ത ICC ടൂർണമെന്റുകളിലെല്ലാം നല്ല പെർഫോമൻസ് ആണ് സൗത്ത് ആഫ്രിക്ക കാഴ്ചവെച്ചിരിക്കുന്നത്. 2023 ODI വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനലിലെത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന T20 വേൾഡ് കപ്പിൽ അവർ ഫൈനലിലും എത്തി. ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും കയറി നിൽക്കുകയാണ്. ഇന്നലെ നടന്ന സൗത്ത് ആഫ്രിക്ക vs അഫ്ഗാനിസ്ഥാൻ മാച്ചിൽ വളരെ ആധികാരികമായിട്ടുള്ള ജയമാണ് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പിന്നിനെ കളിക്കാൻ പൊതുവെ വീക്കായിട്ടുള്ള സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാന്റെ മികച്ച സ്പിന്നേഴ്സിനെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇന്നലെ കളിച്ചത്. ഒരു പ്രോപ്പർ 50 ഓവർ മാച്ച് എങ്ങനെയാണോ കളിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റ്സ്മാൻമാർ ഇന്നലെ ബാറ്റ് ചെയ്തത്. പവർ പ്ലേയിൽ വിക്കറ്റ് കളയാതെ ഡീസന്റ് ആയിട്ടൊരു സ്കോറിലേക്ക് എത്തി. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ കൃത്യമായിട്ട് സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്തു. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറീസ് കണ്ടെത്തി. എന്നിട്ട് ഡെത്ത് ഓവേഴ്സിലേക്ക് എത്തിയപ്പോൾ ആക്സിലറേറ്റ് ചെയ്ത് 300+ ടോട്ടൽ സ്കോർ ചെയ്യുകയും ചെയ്തു. അവർ ബാവുമ, റിക്കിൾട്ടൺ, വാൻഡർഡസൺ, മാർക്രം എല്ലാം മികച്ച ഫോമിലാണ്. അതുപോലെ തന്നെ ക്ലാസൻ കൂടി ഇവരുടെ ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവരുടെ ബാറ്റിംഗ് കൂടുതൽ ശക്തമാവും. ബോളിംഗിലേക്ക് വന്നാൽ റബാഡയും വിയാൻ മുള്ളറും അതിമനോഹരമായിട്ട് തന്നെ ഇന്നലെ ബോൾ ചെയ്തു. ഇനി മുന്നോട്ടുള്ള മാച്ചുകളിൽ ഇംഗ്ലണ്ടിനെയോ ഓസ്ട്രേലിയയോ ഏതെങ്കിലും ഒരാളെ സൗത്ത് ആഫ്രിക്ക എന്തായാലും തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെമി ഫൈനലിലോ ഫൈനലിലേക്ക് വരുമ്പോൾ മറ്റു ടീമുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഭീഷണി തന്നെയാണ് സൗത്ത് ആഫ്രിക്ക. പ്രത്യേകിച്ചും ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയെ സെമി ഫൈനലിലോ ഫേസ് ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക വിൽ ബി എ ടഫ് ടീം ടു ബീറ്റ്. അത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാം.